രാഷ്ട്രീയത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി സാക്രിയ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ സാക്രിയ രാഷ്ട്രീയത്തിലേക്ക് വന്നെന്നറിയോ ജമാഅത്തെ ഇസ്ലാമി? അതും രസകരമായ ഒരു സംഭവം. അത്രയും കാലം ജമാഅത്തുകാർ ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നത് മതവിരുദ്ധമായൊരു പ്രവർത്തനമായിട്ടാണ് അവർ കണ്ടിരുന്നത് എങ്കിൽ ഇസ്ലാമി വോട്ട് പിടിക്കാൻ തുടങ്ങി. എങ്ങനെ പിടിച്ചെന്നറിയോ? ജമാഅത്തിന്റെ പ്രവർത്തകരായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവര് ഒരാള് ഒരു സുപ്രഭാതത്തില് നമ്മളോടൊക്കെ വന്നിട്ട് പറയാണ്, ഞാനിതാ ജമാഅത്തെ ഇസ്ലാമി വിട്ടിരിക്കുന്നു, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ മുമ്പറല്ല, ഞാൻ രാജിവെച്ചു. നമ്മൾ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് പറയാ. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഞാൻ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് മാറി എന്ന് പറഞ്ഞെടുത്ത് കുറച്ച് കഴിയുമ്പോ നോക്കുമ്പോ ഇലക്ഷന്റെ പോസ്റ്ററിൽ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തില് ഇങ്ങേറെ ഫോട്ടോയും, സ്വതന്ത്ര സ്ഥാനാർത്ഥി. നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഞാൻ ജമാഅത്തെ ഇസ്ലാമി വിട്ടു എന്ന് പറഞ്ഞ ആള് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുറെ ആളുകൾ കേരളത്തിന്റെ മുഖ്യമൂലകളിൽ നിന്ന കൂട്ടത്തിൽ 2 എണ്ണം ജയിച്ചു. എങ്ങനെ ജയിച്ചു പോകുന്നത്? ഇവര് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്കൊന്നല്ല, ഇവര് സ്വന്തം സ്ഥാനാർത്ഥി. ജമാഅത്തെ ഇസ്ലാമി വിട്ടിട്ട് ഞാൻ പറയണ ഞാൻ സ്ഥാനാർത്ഥിയാകുക എന്ന് പറഞ്ഞിട്ട് നിന്ന ആ കോലത്തിൽ ഇന്ന് 2 എണ്ണം ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോ ജമാഅത്തുകാരൻ പറയാ, ഞങ്ങൾ നിർത്തിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതാ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് വാർത്ത വന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമി സാക്രിയ രാഷ്ട്രീയത്തിലേക്ക്. ഞാൻ പറഞ്ഞൊരു അക്ഷരപേശകാണത്. സാക്രിയ രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിക്രിയ രാഷ്ട്രീയം. അല്ലേ? വേറെ ആരും ആ തരത്തിൽ രാഷ്ട്രീയം കളിച്ചിട്ടില്ല, ഇത്തരത്തിൽ വിക്രിയം കാണിച്ചിട്ടില്ല. ഈ നിലക്ക് വിക്രിയ രാഷ്ട്രീയത്തിലേക്കാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിയത്. എന്നിട്ടും ജമാഅത്തുകാർ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് പരിഹസിക്കുക, നിങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആൾക്കാരാണ്, നിങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകളാണ്. നേരത്തെ അമീർ ചോദിച്ചില്ലേ, ഒന്നുകൂടി നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. അമീർ കുറച്ചുകൂടി വിശാലമായി വിശദീകരിച്ചുകൊണ്ടത് പറയുകയാണ്, ഒന്ന് കേൾക്കുക. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാ രംഗത്ത് മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക നേതൃത്വത്തെയുമാണ് അംഗീകരിക്കുന്നത്. ഇസ്ലാമിന് അചിന്യമായ അന്യമായ ഈ സമീപനത്തിന് ഭിന്നമായി ജീവിതത്തിന്റെ മുഴു മേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഞ്ചാമത്തെ സവിശേഷത പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സോണിയ സമ്മതിക്കോ, ഇന്ദിരാഗാന്ധി സമ്മതിക്കോ, കരുണാകരൻ സമ്മതിക്കോ, ആന്റണി സമ്മതിക്കോ എന്നൊക്കെയാ മൂപ്പറുടെ ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയാ, ഇത് ഞാൻ മുമ്പൊരിടത്ത് പറഞ്ഞപ്പോ ജമാഅത്തുകാർ മറുപടി. ജമാഅത്തുകാർ സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. നാട് നീളെ കേരളത്തിന്റെ മുഖ്യമൂലകളിൽ ജമാഅത്തുകാർ മറുപടി പറഞ്ഞിട്ടും തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവനിഷേധികൾ, ദൈവമില്ലെന്ന് പറയുന്നവൻ, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാർ സോളിഡാരിറ്റിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ രംഗത്തിന് മറുപടി പറയാണ് സോളിഡാരിറ്റിക്കാർ. എന്താ മറുപടി എന്നറിയോ? അവരൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരല്ല, നേരെ ഞങ്ങളുടെ അനുയായികളാണ്. അവരൊന്നും ഞങ്ങൾ നേതാക്കളാക്കിയിട്ടില്ല, ഞങ്ങളുടെ അനുയായികളാണ്. ആര്? ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും അതുപോലെ മറ്റുള്ള ആൾക്കാരും ഒക്കെ ഞങ്ങളുടെ അനുയായികളാണെന്ന്. ഇത് നിങ്ങളല്ലല്ലോ പറയേണ്ട, അവരല്ലേ.
നിങ്ങൾക്ക് അവരെ കൊണ്ട് പറയിക്കാമോ? നിങ്ങളുടെ സോൾഡാറ്റിയുടെ അനുയായികളാണ്, പിന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അവര് എന്ന് പറയാൻ പറ്റുമോ അവർക്ക്? ഇല്ല. മാത്രല്ല ഈ ആളുകൾ തന്നെ, സോൾഡാറ്റിക്കാർ തന്നെ ഗ്രോവാസുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗ്രോവാസു സത്യപ്രതിജ്ഞ കൊടുക്കുന്നു, സോൾഡാറ്റിക്കാര് അത് ഏറ്റുചൊല്ലുന്നു. ഫോട്ടോ വന്നത് എവിടെ? മാധ്യമത്തിന്. നിഷേധിക്കാൻ പറ്റുമോ?